എന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ കൃതാർത്ഥരാകും. ആ കൃതാർത്ഥരാകുമെന്നൊക്കെ പറഞ്ഞ അത് ആ മലയാളം പദമൊക്കെ ഇച്ചിരി കടിച്ച പൊട്ടാത്തവരാണ്. എന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ പ്രോസ്പറാകും, അഭിവൃദ്ധി പ്രാപിക്കും. കൃതാർത്ഥരാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപ് യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. നൂറുകണക്കിന് റെഫറൻസാ, വായിക്കാൻ നേരമില്ല, സമയം പോയി. പ്രവാചകനായ യെശയ്യാ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അപ്പോ യേശു കർത്താവിന്റെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ ദൈവപുത്രന്റെ മശിഹായുടെ പ്രവചനത്തെ കുറിച്ച്, ജനനത്തെ കുറിച്ച് അവർ പ്രവചിച്ചിരുന്നു. മീഖ എന്ന പ്രവാചകനാണ് യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പ്രവചിച്ചത്. നീയോ ബെത്ലഹേം എഫ്രാത്തേ എന്ന് തുടങ്ങുന്ന ദൈവശബ്ദം ബെത്ലഹേമിൽ ദൈവപുത്രൻ ജനിക്കുമെന്നുള്ള പ്രവചനത്തിന്റെ ശബ്ദമാണ്. അപ്പോൾ പറഞ്ഞ സ്ഥലത്ത്, പ്രവാചകന്മാർ പ്രവചിച്ച സ്ഥലത്ത് അവൻ ജനിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് അവന്റെ ജന്മദേശത്തിൽ അവന് വളരുവാൻ കഴിയത്തില്ല, അവൻ അമ്മയപ്പന്മാരോടൊപ്പം മറ്റൊരു ദേശത്തേക്ക് പരദേശിയായി പോകേണ്ടി വരും എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണം ഉണ്ടാകാൻ അമ്മയപ്പന്മാർ ഈ കുഞ്ഞുമായി കുറെ നാളത്തേക്ക് ഈജിപ്തിൽ ഒളിച്ചു പാർത്തു. അവിടെ നിന്നും യേശു കർത്താവ് മടങ്ങി വന്നു. യേശു ക്രിസ്തുവിന് 12 വയസ്സ് പ്രായമുള്ളപ്പോ അമ്മയപ്പന്മാരുടെ കൂടെ പള്ളിപ്പെരുന്നാളിന് പള്ളിയിൽ യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് നസറായൻ അമ്മയപ്പന്മാരുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയപ്പന്മാരുടെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന ആൾത്തിരക്കുകളുടെയും ആരവാരങ്ങളുടെയും ഒക്കെ ഇടയിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും കൂട്ടുകാരെയും ബന്ധുക്കാരെയും ഒക്കെ ഇവര് കണ്ടപ്പോ എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഈ കുഞ്ഞിൽ നിന്ന്, നസ്രായനിൽ നിന്ന് അപ്പന്റെ അമ്മയുടെ ശ്രദ്ധ പോയതിനാൽ കുട്ടിയെ മിസ്സായി. ഇരിക്കുന്നാണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയാമല്ലോ. കുഞ്ഞിനെ മിസ്സായി. ആരെ മിസ്സായി? യേശുവിനെ. ഒരു ദിവസത്തേക്കുള്ള വഴി ദൂരത്തിൽ യേശുവിനെ അവർക്ക് മിസ്സായി. എവിടെ മിസ്സായെന്ന് പറയാം? തിരക്കിന്റെ ഇടയിൽ. തിരക്കിന്റെ ഇടയിലാണ് നിനക്കും എനിക്ക് യേശുവിനെ മിസ്സാകുന്നത്. ഒത്തിരി തിരക്ക് കൂടുമ്പോ, ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ നിന്റെ ശ്രദ്ധ അവനിൽ നിന്ന് മറ്റു ചിലതിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നിനക്കവനെ മിസ് ചെയ്യാറുണ്ടല്ലേ? നിങ്ങൾക്കറിയുമോ, യേശുവിനും മറിയത്തെയും ജോസഫിനെയും മിസ് ചെയ്യുന്നുണ്ട്. നിന്നെ കർത്താവിന് മിസ് ചെയ്യുന്നുണ്ട്. നീ എവിടാണ് കർത്താവ് നോക്കിയിരിക്കുന്നത്? ഇതുവരെ കാണുന്നില്ലല്ലോ എന്നാ പറയുന്നത്. പക്ഷേ ഒരു ദിവസത്തെ വഴിദൂരത്തിൽ കാണാതെ പോയ യേശുവിനെ തിരിച്ചു കണ്ടുപിടിക്കാൻ 3 ദിവസം നടക്കേണ്ടി വന്നു. എല്ലാം മനസ്സിലായോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരെന്ന് കൈവക്കി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരെന്ന് കൈവരുന്നു. ഒരു 4-5 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയതേ ഇല്ലെന്നുള്ളത് സത്യസന്ധമായിട്ടാണ് കൈവക്കി. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു 5-6 ദിവസം എന്റെ മുന്നിൽ പറയുന്നത് ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് പറ്റിയില്ലെന്നുള്ള കൈവക്കി. ബാക്കി എല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പിന്നെ ലൈവിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റുമോ? എന്റെ ഫേസ് മാറ്റിയോ? നിങ്ങളെ നോക്കി ഒന്ന് കുരിശ് വരയ്ക്കാനാ.